ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിൻ്റെ വളരെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്നും ഏതൊക്കെ ഡിഫറെൻ്റ് ആംഗിളിൽ നമ്മൾ റിസർച്ച് ചെയ്യണമെന്നും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. എന്നാൽ ക്രിപ്റ്റോ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റും കമ്മ്യൂണിറ്റിയുടെയും കൂടി ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു രീതിയിലും കൂടി നമുക്കൊരു ടോക്കണിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനാലിസിസിനെയാണ് സോഷ്യൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ ഓൾ ഇത് ആൾക്കാരുടെ ഇമോഷൻസും മണിയും വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സും എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയുടെ വൈബിങ്ങും കമ്മ്യൂണിറ്റിയുടെ ഫീഡ്ബാക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്കറിയാം ക്രിപ്റ്റോയിലെ ഭൂരിഭാഗം ട്രെൻഡ്സും പ്രധാനമായും 2-3 മാധ്യമങ്ങളിൽ കൂടിയാണ് പ്രചരിക്കുന്നത്. അതായത് ബേസിക്കലി ട്വിറ്റർ, റെഡിറ്റ്, യൂട്യൂബ് എന്നിവയാണ് പ്രധാനപ്പെട്ട 3 പ്ലാറ്റ്ഫോംസ്. ഇത് കൂടാതെ ടെലിഗ്രാമും ഡിസ്കോഡും മറ്റ് 2 പ്രധാനപ്പെട്ട ടൂൾസാണ്. അപ്പോൾ ഈ ഒരു ടൂളുകളിലൂടെ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ ട്രെൻഡുകൾ, നരേറ്റീവ്സ് എങ്ങനെയാണ് പ്രചരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു വൈബ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ, ഹൈപ്ഡ് ആണോ, അതോ ഫഡ് ആണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷം ഒരു പ്രൊജക്റ്റിന് ഒരു സ്കോർ കൊടുക്കും. അല്ലെങ്കിൽ ഈ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊജക്റ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തി കണ്ടീഷൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ സോഷ്യൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത്.